ഹായ് ഓൾ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് വളരെയധികം വിശേഷപ്പെട്ടൊരു ദിവസമാണ് നമ്മുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനം. ഇന്ന് നമ്മുടെ പ്രകൃതി കാണാൻ തന്നെ വളരെയധികം മനോഹരമായിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ ടെറസിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ, അതൊക്കെ വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ പരിപാടിയും വേഗം കഴിച്ചിട്ട് മോനക്ക് സ്കൂൾ ബസ് നേരത്തെ വരും പറഞ്ഞിരുന്നു. അപ്പോൾ അവനെ കൊണ്ടുപോയാക്കാൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നഴ്സറിയിലേക്ക് എത്തി. റിയുമ്മാൻ്റെ പരിപാടിയൊക്കെ ഇന്ന് ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് രക്ഷിതാക്കൾക്കും ഇന്ന് നഴ്സറിയിൽ തന്നെ ആയിരുന്നു പതാക ഉയർത്തലൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. നഴ്സറിയൊക്കെ പതിവിനേക്കാൾ ഭംഗിയായിട്ടുണ്ടായിരുന്നു, ബലൂണുകളും തോരണങ്ങളൊക്കെ തൂക്കിയിട്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ സന്തോഷം പറയണ്ടല്ലോ. അവർക്ക് ഇന്ന് അവരുടെ ഒരു ഡേ ആണ്. അവരുടെ എന്നല്ല, നമ്മൾക്കും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ നമ്മളെ വാർഡ് മെമ്പറും ടീച്ചറും നമ്മുടെ മറ്റ് വിശിഷ്ടാതിഥികളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ട് നമ്മുടെ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അടുത്ത് കൂടെ ഉള്ളവരും നമ്മുടെ അയൽവാസികളും പിന്നെ നഴ്സറിയിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കളും എല്ലാവരും ഒത്തുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു പതാക ഉയർത്തൽ പരിപാടി വളരെയധികം ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മെമ്പർ നമ്മുടെ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ മക്കളെല്ലാവരും എന്തൊക്കെയാണെന്നുള്ളൊരു ആകാംക്ഷയിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. അങ്കണവാടി ടീച്ചറുടെ സ്വാഗതം പറച്ചിലും പിന്നെ അവരുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ വാർഡ് മെമ്പർ തന്നെ ആയിരുന്നു. അവർ വളരെയധികം ഭംഗിയോട് കൂടിയിട്ട് ആ ഒരു കാര്യം നിർവഹിക്കാൻ പോവുകയാണ്. നമുക്കൊക്കെ എന്താ പറയുക, വളരെയധികം അഭിമാനം ഉള്ളൊരു നിമിഷമാണിത്. കുറേ ആളുകളുടെ കഷ്ടപ്പാടാണ് നമ്മൾ ഇവിടെ വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. അപ്പം വളരെയധികം സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. അപ്പം നമ്മുടെ വന്നിട്ടുള്ള വിശിഷ്ട അതിഥികളുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മിഠായി വിതരണവും ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ മെമ്പർക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പതാക ഉയർത്താൻ പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്തു തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. അവളും തന്നെ ഫസ്റ്റായിട്ട് ജനിച്ചിട്ട് ഇത് കാണാൻ ആകെ ആകാംക്ഷയിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ കളികളും ചിരികളും എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിൽക്കണ പണിയായിരുന്നു അവൾക്ക്. അങ്ങനെ നമ്മൾ മിഠായി ലഡു ഒക്കെ കഴിച്ച് വളരെ സന്തോഷപൂർവ്വം വീട്ടിലേക്ക് മടങ്ങി. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു.